അപ്പോൾ സുൽത്താൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ നിന്ന് കാണിച്ചു തരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്തപ്പോൾ കണ്ടതാട്ടോ നമ്മുടെ വണ്ടി, പിന്നെ ആരും കണ്ടിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വണ്ടിയെ കുറിച്ചുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ ഇതാ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി നമ്പർ KL09AY9280. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി നമ്പർ കേട്ടോ. എനിക്ക് ഏതായാലും വണ്ടി നമ്പർ ഇഷ്ടമായി, എൻ്റെ സ്വന്തം വണ്ടിയിൽ അത് കാരണം എനിക്ക് ഇഷ്ടമായതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കളറ് വന്നിക്കുന്നത് റെഡും ബ്ലാക്കും കൂടി ചേർന്നതാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ വണ്ടി ആയിരുന്നില്ല, അതവിടെ സ്റ്റോക്കിലാണ് പറഞ്ഞു. പിന്നെ കിട്ടിയതിനെ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ നമുക്കിത് അതിൻ്റെ ചാവിയൊക്കെ ഒന്ന് ഓണാക്കി നോക്കി നോക്കാം. ഞാൻ മുന്നിലൊരു കൂളിങ് ഒട്ടിച്ചതാട്ടോ, നമ്മുടെ വെള്ളമൊന്നും അകത്ത് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ടോട്ടലി 3807 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലമർത്തി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വരും. നല്ല ട്രിപ്പ്, പിന്നെ ആവറേജ്, റേഞ്ച്. നമ്മുടെ ഈ ഒരു ഘട്ടം കൊണ്ട് അങ്ങനെ പോയാലും ഒരു 62 കിലോമീറ്റർ വരെ നമുക്ക് ഈ വണ്ടി ഓടാട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജാണ് അവർ പറഞ്ഞത്. അവരങ്ങനെ ഒരു 55ഒക്കെ പറഞ്ഞു കേട്ടോ ഷോറൂമിൽ നിന്ന്. അതായത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ സെക്കൻഡ് സർവീസ് എപ്പോഴോ 5000 6000 അതിൻ്റെ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ പറയാൻ നമ്മുടെ ഇതൊക്കെ എൻജിൻ്റെ സ്വിച്ച് ഇട്ടാ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ കയറി ഇരുന്നിട്ടുണ്ട്. ഇതാണ്ടാ സെൻസർ ആട്ടോ ഫുൾ. വണ്ടി സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ആടാ ഇപ്പോൾ ആ ചിഹ്നം പോയി. നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കി നോക്കി നോക്കാം കേട്ടോ. വെറുതെ അങ്ങനെ ആക്കി ഓണാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ബ്രേക്കിലൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് എഞ്ചിൻ സ്റ്റാർട്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തു തരാൻ അല്ലാത്ത കാരണം കൊണ്ടാണ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമുക്കൊന്ന് ഓഫാക്കി വെക്കാം. ഇപ്പോൾ വേണ്ട നമ്മൾ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാൻഡ് കെട്ടി ഇറങ്ങാം. അതിന് ശേഷം നമുക്ക് ഫ്യൂലും സീറ്റൊക്കെ നോക്കി കേട്ടോ. ഇതിൻ്റെ മേലെ കേട്ടോ ഫ്യൂല്, ഇതിൻ്റെ താഴെ സീറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂലൊന്ന് അമർത്തിയൊന്ന് പ്രസ് ചെയ്താൽ മാത്രമേ കേട്ടോ തുറക്കുള്ളൂ കേട്ടോ. ഇത് ബാക്കിലാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു കാര്യം കേട്ടോ. നമ്മുടെ ടാങ്ക് ഒന്ന് സേഫ്റ്റി ആക്കാനുള്ളത് പഴയതിനും കാട്ടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതടഞ്ഞോളും. പിന്നെ സീറ്റ് ഇതിൻ്റെ താഴെ കേട്ടോ. ഇത് ഒന്ന് വെറുതെ ഒന്ന് കൊടുത്താൽ മതി, കൈ കൊണ്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ ഇതാ വരും. ഇതാ ഇതിനുള്ളിൽ തൽക്കാലമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഒരു ഹെൽമെറ്റൊക്കെ വെക്കാം കേട്ടോ. ഒരു ഹെൽമെറ്റും വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ആക്സസ് 125 നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഭയങ്കര സ്പേസ് കമ്മിയാണ്. ഡിയിലൊക്കെ സ്പേസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചും കൂടി നല്ലൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഹെൽമെറ്റ് തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡും പിന്നെ ടൂൾസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കതൊക്കെ ഞാൻ എടുത്ത് വെച്ച് കേട്ടോ സർവീസിന് പോയപ്പോൾ. ജസ്റ്റ് വെറുതെ ഒന്നും കാണുന്നത് ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കറല്ല വന്നിരിക്കുന്നത്. ഇതുണ്ടോ ഈ ഒരു മോഡലാട്ടോ നമ്മുടെ ഈ ഒരു എഴുത്ത് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ 25 മോഡലിലൊക്കെ അങ്ങനെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഇതാ പറയുകയാണെങ്കിൽ ആദ്യമൊന്നും ഡിയോയിൽ ഇതേപോലത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാത്തിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു മാറ്റം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ താഴെയാണ് ഇപ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ആദ്യമൊക്കെ ചില വണ്ടികളിലൊക്കെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ, ഫ്രണ്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ വണ്ടിയിൽ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹോണൊക്കെ ചെക്ക് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോണൊക്കെ തന്നെ കേട്ടോ. ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ചെയ്യാം. എടുത്തിട്ട് റൈറ്റ് അങ്ങോട്ട് നോക്കി നോക്കാം. ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിൽ പ്രത്യേകിച്ച് എൻ്റെ പോരായ്മ പറയാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഹെഡ് ലൈറ്റ് കേട്ടോ. LED കാര്യങ്ങളൊക്കെ വരുന്നത്, പക്ഷേ ഹെഡ്ലൈറ്റ് ഭയങ്കര കമ്മിയാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് നൈറ്റ് ട്രാവൽ ചെയ്യാൻ പോരാ ഹെഡ്ലൈറ്റ് എങ്ങനെ പോയാലും. അത് മാത്രം ഒരു പോരായ്മ ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം വേറൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം എല്ലാ വണ്ടികളും നമ്മൾ നോക്കേണ്ടത് മൈലേജും കാര്യങ്ങളൊക്കെയാണ്. മൈലേജും കാര്യങ്ങളും നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അങ്ങനെ പോലും ഞാനിപ്പോൾ അങ്ങനെ പോലും ഒരു 100 രൂപയ്ക്ക് എണ്ണ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പണിക്ക് പോകുമ്പോൾ അതിന് നമുക്കൊരു 2 കട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം എങ്ങനെ ഞാൻ ഓടും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുറമേ പണി പറഞ്ഞ തൃശ്ശൂരാണ്, അങ്ങനെ പോകുമ്പോൾ ഡെയിലി ഞാനൊരു 250 രൂപയ്ക്കെങ്കിലും എണ്ണ അടിക്കട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ കഴിയാറായി എന്നുള്ളൊരു സൂചനയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ മിന്നി കാണിക്കും അത് കഴിയാറായി എന്നുള്ളതിൻ്റെ കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ മിന്നുമ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ ഓടാട്ടോ. അങ്ങനെ പോയാലും ഒരു 60 നമ്മളെ കണ്ടില്ലേ, അതങ്ങനെ ഓടാട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിക്കഴിഞ്ഞാൽ ആ മിന്നിൽ അതവിടെ നിൽക്കട്ടോ. അങ്ങനെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്കുണ്ട് കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ സെൽഫൊക്കെ മാറ്റിയപ്പോൾ എഞ്ചിൻ്റെയാണ് ഫുൾ വണ്ടി കേട്ടോ. അപ്പോൾ എല്ലാം മിക്കവാറും തന്നെ സെൽഫും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഈ എഞ്ചിൻ ഓണാക്കി തന്നെയാണ് കേട്ടോ വണ്ടി സ്റ്റാർട്ടാവണം കാര്യങ്ങളൊക്കെ. പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴുകണമല്ലോ എന്നോർത്ത് പിന്നെ കഴുകാണ്ടിരുന്നതാണ്. പിന്നെ പൊതുവെ മഴക്കാലത്ത് നമ്മൾ കഴുകിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി കഴുകുന്നതൊക്കെ നല്ലത് തന്നെയായിരിക്കും, അത്യാവശ്യം ചളിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇതാ സൈലൻസറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില വണ്ടികളൊന്നും നമ്മൾ കാണാറില്ല, പക്ഷേ ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചൂടൊന്നും കൊണ്ട് പുറമേ ഇതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറയാനായി നമ്മുടെ വണ്ടിയിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 2024 മോഡൽ ഡീലക്സ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 110 110 കേട്ടോ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തെറ്റതാണ് കേട്ടോ നമ്മുടെ വണ്ടീൻ്റെ വീഡിയോ. പിന്നെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുത്താലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോണ്ട തരുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ പോയാൽ ഹോണ്ട നമുക്ക് 10 ഇയർ എഞ്ചിൻ വാറൻറ്റി വരെ തരുന്നുണ്ട്. അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ ഡിജിറ്റൽ മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇപ്പോൾ ഇതിൽ വേറൊരു മീറ്റർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, 25 മോഡൽ. അത് ഒരുപാട് ഫീച്ചറൊക്കെ ഉണ്ട്. അതും അടിപൊളി വണ്ടിയാണ്. അത് കാട്ടിനടുത്തുണ്ട്, അത് അടിപൊളി വണ്ടി കേട്ടോ. ഏതായാലും നമുക്ക് എടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ അത് എടുക്കുക, ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കുക. അതൊക്കെ ഒരു പേരിൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ 24 മോഡൽ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിനുള്ള എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പോയിട്ട് എടുത്തതാണ് കേട്ടോ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടീനെ കുറിച്ച് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഓടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അടുത്ത വീഡിയോ കാണാം.